ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഫലൂഡയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫലൂഡ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഫലൂഡ മിക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫലൂഡയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഫലൂഡ മിക്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇത് 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഈ ഫലൂഡ മിക്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ഇതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ നമ്മളൊന്നും ചേർക്കേണ്ടതില്ല. പഞ്ചസാരയും ബേസൽ സീഡ്സും ഒക്കെ ഇതിൽ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ഈ ഫുൾ പാക്കറ്റ് ഫലൂഡ മിക്സ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കണത്. അതിനായിട്ട് 1 ലിറ്റർ പാൽ ഞാനൊരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം, അതായത് 200 ml വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഫുൾ പാക്കറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്ത് ചെയ്താലും മതി. അപ്പോൾ പാലിൻ്റെ അളവൊക്കെ പകുതി എടുത്താൽ മതി. ഞാനിവിടെ 200 ഗ്രാം പാക്കറ്റ് ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പാല് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ പാല് നന്നായിട്ട് ചൂടായി വരണ വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഞാനിവിടെ സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഫലൂഡ മിക്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള ഫലൂഡ മിക്സ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മിക്സിൽ കൊടുത്ത പോലെ തന്നെയാണ് ഞാൻ ഈ പാക്കറ്റിൽ കൊടുത്ത പോലെ തന്നെയാണ് ഞാൻ ഫലൂഡ ഉണ്ടാക്കണത്. കുറച്ച് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പാലൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ പാൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, തിളച്ചിട്ടില്ല. ഇപ്പോൾ പാൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റാണ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഫലൂഡ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ പാക്കറ്റ് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പകുതിയാണ് ചേർക്കണതുള്ളൂ വെച്ചാൽ പകുതി സാധനങ്ങൾ എടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്താലാണ് അതിലുള്ള സേമിയയും ഒക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വരുള്ളൂ. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ഒന്ന് ഒരു 10-15 മിനിറ്റ് വരും ഇത് വെന്ത് കിട്ടാനും ഒന്ന് കുറുകി വരാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൽ കോൺഫ്ലവറൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈ വിടാണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ പഞ്ചസാരയൊക്കെ അലിഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒരു മീഡിയം മധുരമൊക്കെ ആയിരിക്കും. കുറച്ച് മധുരം കുറവ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമ്മളിത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോൾ അത് മധുരം ഒന്നും കൂടി കുറയും. ഈ മധുരത്തിൽ കഴിക്കാൻ താല്പര്യമുള്ളവർ അത് മധുരം കൂട്ടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പഞ്ചസാര അലിഞ്ഞ് വരുമ്പോൾ പാലിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 8 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടിയും തിളച്ച് കുറുകി വരാനുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പാലിൻ്റെ കളറ് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ. ഈ ക്യാമറയിൽ ഇതിൻ്റെ കറക്റ്റ് കളറല്ല കാണുന്നത്. നല്ലൊരു പിങ്ക് കളറാണ് ഉള്ളത്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാല് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ചൂടാറി വരുമ്പോൾ വല്ലാണ്ട് കട്ടയായിട്ടുണ്ടാവില്ല. ആ ഒരു സ്റ്റേജിലാണ് ഇത് ഉണ്ടാവുക. എനിക്ക് അതുപോലെയാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്ത് കൊടുക്കുന്നത് തീയ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കട്ടയായിട്ടാണ് വേണ്ടത് വെച്ചാൽ ഒരു 5 മിനിറ്റും കൂടിയും നമ്മൾക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പം ഞാൻ ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്താലും ഇടയ്ക്കൊന്ന് ഈ പാൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പാട കിട്ടും. അപ്പോൾ ആ പാട നമ്മുടെ വായയിൽ തടയുമ്പോൾ കഴിക്കാൻ നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചൂടാറണ വരെ ഒന്ന് ഇളക്കി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു.
ഇപ്പം നമ്മുടെ ഫലൂഡ മിക്സ് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫലൂഡ മിക്സ് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്ലാസിൻ്റെ ചുറ്റും അടിയിലൊക്കെ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ റോസ് സിറപ്പ് നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. നാച്ചുറൽ കളറാണ് ഇത്, കളറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ അതൊന്ന് പോയി കാണുക. ഷോർട്സ് ആയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ റോസ് സിറപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് സേമിയ ഒന്ന് പഞ്ചസാര ഇട്ട് വേവിച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് സബ്ജ സീഡ്സ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് എന്നൊക്കെ പറയും, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണോ അതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഫലൂഡ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ഭാഗം വരുന്ന രീതിയിൽ ഫലൂഡ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് റോസ് സിറപ്പ് ഇതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ആ ഫലൂഡ മിക്സ് മാത്രമായിട്ടും ഗ്ലാസ്സിലൊഴിച്ച് കഴിക്കാവുന്നതാണ്. നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ടും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫലൂഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫലൂഡയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.